അവസാനമാണ്. നടൻ ഉണ്ണി മുകുന്ദനെതിരെ വന്ന പരാതിയുടെ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു പോകണല്ലോ. പ്രൊഫഷണൽ മാനേജറെ മർദ്ദിച്ചെന്ന പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്ത് ഇൻഫോ പാർക്ക് പോലീസ്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഡ്യൂടെ വഴി കൂടെ പാട്ടയം പറക്കി നടന്നവനെ പിടിച്ച് ഈ ജോലി ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്കിത് തന്നെ വേണം. പി വിപിൻകുമാറിന്റെ പരാതിയിലാണ് നടപടി. നരിവേട്ട സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിനാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിപിൻ പറഞ്ഞു. ഉണ്ണിമുതൻ എന്നെ മർദ്ദിച്ചു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ വിളിച്ചിട്ട് മർദ്ദിക്കായിരുന്നു. അസഭ്യമൊക്കെ പറഞ്ഞു. എന്താ ഇങ്ങനെ? ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്ന് ആക്ച്വലി. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അവർ പിന്മാറി. വിധി എന്ന് പറഞ്ഞ ഇതാണ് അല്ലേ അല്ലേ? അപ്പം അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ രാത്രി വിളിച്ചു പറഞ്ഞു ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. ഉണ്ണി മുകുന്ദൻ കർണത്തടിച്ചെന്നും കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. ആളുകളെ തല്ലിക്കൊക്കെ എന്റെ സ്ഥിരമേർപ്പാടാ. എന്നത്തെ എനിക്ക് അറിയാഞ്ഞിട്ടാ. എടഞ്ഞാ രവീന്ദ്രൻ ചെറ്റയാ, വെറും ചെറ്റ ആണോ? ഫ്രസ്ട്രേഷൻ തീർക്കുക, അതും സ്വന്തം ജീവനക്കാരുടെ അടുത്ത്, സ്വന്തം കീഴിലൊക്കെ ജോലി ചെയ്യുന്ന ആളുടെ അടുത്ത് തീർക്കുക എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇതൊരു നാണംകെട്ട പരിപാടിയായി ഇത്. എഫ്ഐആറിൽ പ്രധാനമായും പറയുന്നത് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്ന വിപിൻകുമാർ കൊടുത്ത മൊഴിയാണ്. കരണത്തടിച്ചു, മർദ്ദിക്കുക മാത്രമല്ല തന്നെ അസഭ്യം പറഞ്ഞു, തെറി വിളിച്ചു, അതുപോലെ കൊല്ലുമെന്ന് വധഭീഷണി പുഴക്കി തുടങ്ങിയ കാര്യങ്ങളാണ് എഫ്ഐആറിൽ പറയുന്നത്. കയ്യിലും അതുപോലെ ദേഹത്തുമൊക്കെ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചതിന്റെ പാടുകളും ഇന്നലെ വിപിൻകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയുണ്ടായി. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊന്നും ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചിട്ടില്ല. എനിക്ക് നീ നൂരാളൊരു മാർഗം പറഞ്ഞു. പിന്നെ പോലീസ് ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടാ, ഞാൻ പെട്ടാ പിന്നെ എല്ലാവരും പെടും. വിപിൻകുമാർ ഈ പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സിനിമാ സംഘടനകൾക്കും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രയോജനമുണ്ടാവില്ല. വളരെ മോശമായ രീതിയിൽ തന്നെയാണ് തന്നോട് പെരുമാറിയത്. എന്തൊക്കെ തെറികളാണ് വിളിച്ചത്, എന്തൊക്കെ മോശം വാക്കുകളാണ് ഉപയോഗിച്ചത് എന്നത് ഉൾപ്പെടെ എഫ്ഐആറിൽ പരാമർശിക്കുന്നുണ്ട്. നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ.